നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏകീകൃത പരീക്ഷയായ നീറ്റിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ കടുത്ത ആശങ്കയിൽ. ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 67 പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്രയധികം ഒന്നാം റാങ്ക് മുൻകാലങ്ങളിലില്ലെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റാങ്ക് ലിസ്റ്റുകളിൽ 720-ൽ 720 മാർക്ക് നേടി ഒന്നാം റാങ്ക് നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എപ്പോഴും വിരലിലെണ്ണാവുന്നത് മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ ഇത്രയും പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് ഈ മേഖലയിലുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നത്. ക്രമക്കേട് നടന്നുവെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഉയർന്ന റാങ്ക് ലഭിച്ചവർ ഉൾപ്പെടെ മെഡിക്കൽ പ്രവേശനം ലഭിക്കുമോ എന്നറിയാതെ ആശങ്കയിലാണ്. ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ 47 പേരും ഗ്രേസ് മാർക്കിലൂടെയാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ അർഹരായ പല വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റിന് പുറത്താകുന്നു. ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പുറത്തായതായാണ് വിവരം. ചില സെന്ററുകളിൽ പരീക്ഷ വൈകി തുടങ്ങാനിടയായ സാഹചര്യത്തിൽ സമയം നിശ്ചയിച്ച് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് NTA നൽകിയിരിക്കുന്ന വിശദീകരണം. NCERT പാഠപുസ്തകത്തിലെ ഉത്തരത്തിലെ പിഴവാണ് ഗ്രേസ് മാർക്ക് എന്നും വിശദീകരണമുണ്ട്. ഇക്കാര്യത്തിൽ തന്നെ വൈരുദ്ധ്യമായ നിലപാടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. 15 മിനിറ്റാണ് പലയിടത്തും വൈകി തുടങ്ങിയത്. ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കുട്ടിക്ക് 1 മിനിറ്റ് ശരാശരി സമയം വേണം എന്നത് കണക്കാക്കി 15 മിനിറ്റിന് കൊടുക്കുന്ന ഗ്രേസ് മാർക്ക് 15 ചോദ്യങ്ങൾക്കുള്ളതാണ്, അതായത് 60 മാർക്ക്. അപ്പോൾ 720 കിട്ടിയ ഒരാളുടെ യഥാർത്ഥ മാർക്ക് 680 ആയിരിക്കും. 600 മാർക്കിന് മുകളിൽ എത്തുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിൽ MBBS പ്രവേശനം കിട്ടുന്ന സാഹചര്യമാണ്. ഈ വർഷം 660 മാർക്കിന് മുകളിലെങ്കിലും എത്താൻ കഴിഞ്ഞവർക്കേ പ്രവേശനം നൽകൂ എന്നാണ് തീരുമാനം. ലക്ഷക്കണക്കിന് പേരുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷ ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. വൈകി നടത്തിയ എല്ലാവർക്കും ഗ്രേസ് മാർക്ക് നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യം ഉയരുന്നു. നഷ്ടപ്പെട്ട സമയത്തിന് മുഴുവൻ മാർക്ക് കൊടുക്കുമെന്നാണെങ്കിൽ ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുക്കും, ആർക്കൊക്കെ കിട്ടി എന്നിവയെല്ലാം സംശയാസ്പദമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.